Hello everyone, this is DZone Hybrid Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ഫർഹാന ജെബിൻ. സോ വെൽക്കം ടു യുവർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോനാഥൻ സ്വിഫ്റ്റ് എഴുതിയ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന നോവലാണ്. അപ്പോൾ നോവലിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് റൈറ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ജോനാഥൻ സ്വിഫ്റ്റ് 1667 ഡബ്ലിനിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു ഐറിഷ് റൈറ്ററാണ്, ഒരു സറ്റയറിസ്റ്റ് ആണ്, അതുപോലെ ഒരു ക്ലർജിമാൻ കൂടിയാണ് അദ്ദേഹം. 18ാം നൂറ്റാണ്ടിലെ പ്രൊമിനന്റ് ലിറ്റററി ഫിഗേഴ്സിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മറ്റ് ഫേമസ് വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ മോഡസ്റ്റ് പ്രൊപ്പോസൽ, ദ ഡ്രേപ്പിയേഴ്സ് ലെറ്റേഴ്സ്, ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ്, ആൻ ആർഗ്യുമെൻറ്റ് എഗൻസ്റ്റ് അബോളിഷിംഗ് ക്രിസ്ത്യാനിറ്റി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റു വർക്ക്സ് ആണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു നോവലിൻ്റെ സമ്മറിയിലോട്ട് പോകാം. ഈ ഒരു നോവലിൽ വരുന്ന പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഗളിവർ ആണ്. അപ്പോൾ ഗളിവറിൻ്റെ ചെറുപ്പ കാലഘട്ടം മുതലേ ഗളിവറിന് ആഗ്രഹമായിരുന്നു ഒരുപാട് യാത്രകൾ ചെയ്യാൻ. അതും എങ്ങനെയുള്ള യാത്രകൾ ചെയ്യാനായിരുന്നു ഗളിവറിന് ആഗ്രഹം? കടൽ യാത്രകൾ ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നത്. പക്ഷേ തൻ്റെ പാരൻസ് ഒന്നും അത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കാര്യത്തിനെ. പാരൻസിന് എന്തായിരുന്നു ആഗ്രഹം? തൻ്റെ മകൻ ഒരു നല്ല ജോലി കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടർ ആകണം, അങ്ങനെയുള്ളൊരു ആഗ്രഹമായിരുന്നു ഗളിവറിൻ്റെ പാരൻസിനുണ്ടായിരുന്നത്. അങ്ങനെ ഗളിവർ തൻ്റെ പാരൻസിൻ്റെ ഇഷ്ടത്തിനായിരുന്നു വളർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലുതായി അദ്ദേഹം ഒരു സർജനായി മാറുകയാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നുകയാണ് കടൽ യാത്ര പോയാലോ എന്ന്. അങ്ങനെ തൻ്റെ ഭാര്യയോട് സമ്മതമൊക്കെ ചോദിച്ച് ഗളിവർ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ യാത്ര പുറപ്പെടുന്ന അതിനിടയിൽ, അല്ലെങ്കിൽ യാത്രയുടെ ഇടയിൽ, ഒരു കൊടുങ്കാറ്റ് വില്ലനായി വരികയാണ്. അങ്ങനെ അദ്ദേഹം പേരറിയാത്തൊരു ഐലൻഡിൽ എത്തിപ്പെടുകയാണ്. അങ്ങനെ കണ്ണ് തുറക്കുന്ന സമയത്ത് ശരീരം മുഴുവൻ വേദന തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ എന്താണ്, ഈ ഒരു ഐലൻഡിലുള്ള മനുഷ്യന്മാർ എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹത്തെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വേദന അദ്ദേഹത്തിന് തോന്നിയത്. അങ്ങനെ ആദ്യമായി ഗളിവർ എത്തിപ്പെടുന്ന ഐലൻഡ് എന്ന് പറയുന്നത് ലില്ലിപുട്ടാണ്. എ വോയേജ് ടു ലില്ലിപുട്ട്. ആ ലില്ലിപുട്ട് എന്ന ഐലൻഡിലാണ് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ അവിടെയുള്ള മനുഷ്യന്മാരെ കാണുമ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നുകയാണ്. കാരണം വെറും 6 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ആളുകളായിരുന്നു ആ ഒരു ലില്ലിപുട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ്, ഈ ചുറ്റുമുള്ള ആളുകൾക്കും, അതായത് ആ ഐലൻഡിലുള്ള ആളുകൾക്കും ഇദ്ദേഹത്തെ കാണുമ്പോൾ അത്ഭുതവും അതിലേറെ പേടിയും തോന്നുകയാണ്. അപ്പോൾ നമ്മൾ മലയാളം ഫിലിം അത്ഭുത ദ്വീപില്ലേ, അതിലൊക്കെ ഉള്ള പോലെയാണ് ഉള്ളൊരു ഐലൻഡ് ആയിരുന്നു ഈ ലില്ലിപുട്ട് എന്ന് പറയുന്ന ഐലൻഡ്. ഈ ഒരു ഐലൻഡിന് ഒരു കിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് നല്ല സ്വഭാവമാണ്, ഒരു പ്രശ്നവുമില്ലാത്ത ആളാണെന്നൊക്കെ അറിഞ്ഞിട്ട് ഇദ്ദേഹത്തെ ആ ഒരു കെട്ടിയിട്ടതിൽ നിന്നൊക്കെ മോചിപ്പിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള കിങ്ങും ഇദ്ദേഹവും, അതായത് ഗളിവറും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആവുകയും അവരെന്താണ് ഒരുപാട് നല്ല നിമിഷങ്ങൾ പങ്കിടുകയും അതുപോലെ ആ ഒരു നാട്ടിലുള്ള ആളുകളുമായിട്ട് അത്രയും കമ്പനി ആവുകയാണ് ഗളിവർ. അങ്ങനെ തൊട്ട് അയൽ രാജ്യമായിരുന്നു ബ്ലഫസ്കു എന്ന് പറയുന്ന ഒരു രാജ്യം. ഈ ബ്ലഫസ്കു എന്ന് പറയുന്ന രാജ്യവും ഈ ഒരു ലില്ലിപുട്ടും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്കടക്കം പ്രശ്നങ്ങളുള്ള 2 ഐലൻഡുകളായിരുന്നു ബ്ലഫസ്കുവും അതുപോലെ തന്നെ ലില്ലിപുട്ടും. ഒരു ദിവസം ബ്ലഫസ്കു എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഗളിവർ ഇവരെ സഹായിക്കുന്നുണ്ട്. കാരണം എന്താ, ബ്ലഫസ്കുവിലുള്ള ആളുകളും ഈ ഒരു ഹൈറ്റ് ഇല്ലാതെ വെറും 6 ഇഞ്ച് മാത്രമുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, നമ്മളെക്കാട്ടിലും ചെറിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവരെ കീഴ്പ്പെടുത്താനൊക്കെ ഈസിയാണല്ലോ. അങ്ങനെ ഈ ഒരു ഐലൻഡിലുള്ള ലില്ലിപുട്ടിലുള്ള ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. ഈ ഐലൻഡിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഗളിവറിനെ ഇഷ്ടമാണ്. എന്നാലും ചില ആളുകൾക്ക് ഗളിവറിനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഗളിവറിനോട് ഒരു അസൂയ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കിങ്ങിനെയും ഈ ഒരു ഗളിവറിനെയും തെറ്റിക്കാൻ കുറേ ട്രിക്കുകൾ ഇവർ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇവരുടെ ആ ഒരു സ്ഥലത്ത്, ആ ഒരു ഐലൻഡിൽ തീപിടുത്തം ഉണ്ടാവുകയാണ്. അപ്പോൾ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഗളിവർ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്താണ് തീപിടുത്തം ഉണ്ടായത്. അങ്ങനെ ഗളിവർ എണീറ്റിട്ട് എന്ത് ചെയ്തു, യൂറിൻ പാസ് ചെയ്തു. ആ യൂറിൻ പാസ് ചെയ്തത് കൊണ്ട് ആ ഒരു തീ അണഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഐലൻഡിലുള്ള ആളുകളൊക്കെ രക്ഷപ്പെടുകയാണ്. പക്ഷെ അവർക്ക് ഗളിവറിനോട് ഒരു ദേഷ്യം തോന്നുകയാണ്. കാരണം അവരെ അപമാനിച്ചു. എന്തുകൊണ്ടാണ്? വെള്ളം കൊണ്ടല്ല ആ ഒരു തീ അണച്ചത്, മറിച്ച് എന്തുകൊണ്ടാണ് ആ ഒരു തീ അണച്ചത്? ആ ഒരു തീ അണച്ചത് യൂറിൻ കൊണ്ടാണ് തീ അണച്ചത്. അപ്പം അത്രയും വാല്യൂ ഇല്ലാത്ത ആളുകളാണോ ഞങ്ങൾ? അതായത് ഒരു റെസ്പെക്റ്റ് ഞങ്ങൾക്ക് നൽകിയില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു
അവിടെയുള്ള ആളുകൾക്കും കിങ്ങിനൊക്കെ ഗളിവറിനോട് ഒരു ദേഷ്യം തോന്നുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗളിവറിനെ ഇഷ്ടമില്ലാത്ത ആളുകളും ആ ഒരു ഐലൻഡിൽ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഗളിവറിന് ഇഷ്ടമില്ലാത്ത ആളുകൾ കിങ്ങിനോട് പോയി പറഞ്ഞു കൊടുക്കുകയാണ് ഗളിവർ ആ ചെയ്തത് ശരിയായില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ കിങ് പറയുകയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഗളിവറിൻ്റെ 2 കണ്ണും ചൂഴ്ന്നെടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലില്ലിപുട്ടിൻ്റെ കോട്ടിലുള്ള ഒരാൾ ഗളിവറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഗളിവറിനോട് അത്രത്തോളം ആത്മബന്ധം പുലർത്തുന്ന ആളാണ്. അപ്പോൾ ഗളിവറിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെയുള്ള ജനങ്ങളും അതുപോലെ കിങ്ങും പറയുന്നുണ്ട് നിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കാം എന്നുള്ള കാര്യം. അങ്ങനെ ഗളിവർ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെട്ടിട്ട് ബ്ലഫസ്കുവിലേക്കാണ് എത്തുന്നത്. തൊട്ടടുത്ത ഐലൻഡ് ആയിട്ടുള്ള ബ്ലഫസ്കുവിലേക്ക് എത്തുന്നുണ്ട്. അവിടെ നിന്ന് നേരെ അദ്ദേഹം ഓസ്ട്രേലിയ വഴി തൻ്റെ രാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് അദ്ദേഹം 2ാമത്തെ കടൽ യാത്ര പോകുന്നതാണ്. അങ്ങനെ 2ാമത്തെ കടൽ യാത്ര അദ്ദേഹം പോകുന്നത് ബ്രോബ്ഡിനാങ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്കാണ്. അങ്ങനെ ബ്രോബ്ഡിനാങ് എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് അദ്ദേഹം യാത്ര പോയതല്ല, മറിച്ച് ആദ്യ യാത്രയിൽ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും കൊടുങ്കാറ്റാണ് വില്ലനായിട്ട് വന്നത്. അങ്ങനെ അദ്ദേഹം ചെന്നെത്തുന്നത്, ആ കൊടുങ്കാറ്റിലൂടെ അദ്ദേഹം ചെന്നെത്തുന്നത് ബ്രോബ്ഡിനാങ് എന്ന് പറഞ്ഞ ഐലൻഡിലാണ് എത്തുന്നത്. അപ്പം ഇതുവരെ പറഞ്ഞാൽ ലില്ലിപുട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഐലൻഡിൽ എങ്ങനെയായിരുന്നു, ചെറിയ മനുഷ്യന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രോബ്ഡിനാങ് എന്ന് പറഞ്ഞ ഐലൻഡിൽ വലിയ മനുഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ അത്ഭുത ദ്വീപിലൊക്കെ ഉള്ള പോലെ ഉണ്ടാവുമല്ലോ, കുറച്ച് ഹൈറ്റൊക്കെ കൂടിയ ആളുകൾ വരുന്നില്ലേ, അതേപോലെ 60 അടി ഹൈറ്റിലുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് തോന്നുകയാണ് ഞാൻ ഇവരുടെ ഇടയിൽ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ആളാണെന്ന് ഗളിവറിന് തോന്നുകയാണ്. അത് തോന്നാനുള്ളൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലില്ലിപുട്ടിൽ പോയ സമയത്ത് ചെറിയ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഗളിവർക്ക് സ്വയം ഇങ്ങനെ തോന്നുന്നു ഞാൻ വലിയൊരാളാണ്, ഞാൻ അവരെ കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവരെ കുറേ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഗളിവറിന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഗളിവറിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫീൽ ആവുകയാണ് ഞാൻ ഇവരെക്കാട്ടിലും ചെറിയ ആളാണ്, ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനൊരു ഇൻഫീരിയർ കോംപ്ലക്സ് എന്ന് പറയൂലേ, അങ്ങനെ ഒരു ഈഗോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ ഈ ബ്രോബ്ഡിനാങ്ങിലെത്തിയ സമയത്ത് ഈ ബ്രോബ്ഡിനാങ് എന്ന് പറഞ്ഞ ഐലൻഡിലുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ജീവികളും വലിയതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ചെറിയൊരാളാണ് ആര്, ഗളിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പരുന്ത് വന്നിട്ട് ഗളിവറിനെ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ തൻ്റെ നാട്ടിലേക്ക് എത്തി പിന്നീട് അദ്ദേഹം വരുന്നത് എവിടേക്കാണ്, ലപ്പുട്ട എന്ന് പറഞ്ഞ ഐലൻഡിലേക്കാണ് അദ്ദേഹം വരുന്നത്. ലപ്പുട്ട എന്ന് പറയുന്ന ഐലൻഡ് ശാസ്ത്രത്തിലും അതുപോലെ കലകളിലും ആഴത്തിലുള്ള താല്പര്യമുള്ള ആളുകളായിരുന്നു ലപ്പുട്ടയിൽ ഉണ്ടായിരുന്നത്. ഈ ലപ്പുട്ട എന്ന് പറഞ്ഞ ഐലൻഡിന് ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്നുള്ള രീതിയിലും അറിയപ്പെടും. അതെന്താണ് അവർ പറയുന്നത് എപ്പോഴും സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുമാത്രമല്ല ആർട്ടിനെ കുറിച്ചും അതുപോലെ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ബോറായിട്ടുള്ളൊരു ലൈഫായിരുന്നു, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ലൈഫായിരുന്നു. കാരണം അവരുടെ വീടുകളുടെ ആകൃതി എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആകൃതി ആയിരുന്നു. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് മാത്സുമായി ബന്ധപ്പെട്ട് അവരുടെ ഡ്രസ്സുകളൊക്കെ എങ്ങനെയായിരുന്നു, ആ ഒരു മാത്തമാറ്റിക്കലായിട്ട് വരുന്ന കുറച്ച് ഷേപ്പുകൾ ഉണ്ടാവുമല്ലോ, ആ ഷേപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അവർ റിയൽ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകളായിരുന്നു. ഈ ഒരു ലപ്പുട്ട എന്ന് പറഞ്ഞ ഐലൻഡിൽ ഉണ്ടായിരുന്ന ആളുകൾ റിയൽ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, മറിച്ച് എന്താണ് ചെയ്യുന്നത്, ഒരാവശ്യവുമില്ലാതെ ഒരു ഇമ്പോർട്ടൻറ്റും അല്ലാത്ത കുറേ എക്സ്പെരിമെൻ്റ് നടത്തി തങ്ങളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ മനുഷ്യ കുലത്തിന് തന്നെ ഒരു കാര്യവുമില്ലാത്ത കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് വെറുതെ ഇങ്ങനെ നടത്തി അവനവൻ്റെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കുകയൊന്നും ചെയ്യാതെ വെറും സയൻസിൻ്റെ പുറകെ പോയി ജീവിതം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവിതം കളയുന്ന കുറച്ച് ആളുകളായിരുന്നു ലപ്പുട്ടയിൽ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല അവർ ലോജിക്കലായിട്ട് ഒരു കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ലൈഫാണ് ഈ പോകുന്നത്, നമ്മുടെ റിയൽ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ചിന്തയൊന്നും ലപ്പുട്ട എന്ന് പറഞ്ഞ ഐലൻഡിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. മറിച്ച് അവരെപ്പോഴും സയൻസിനെ കുറിച്ചും എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു അവർ പറയുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ വരുന്ന 4ാമത്തെ ഐലൻഡാണ്. 4ാമത്തെ ഐലൻഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഐലൻഡാണ് ഈ ഒരു നോവലിൽ വരുന്നത്. 4 ഐലൻഡുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു നോവലിൽ പറയുന്നത്. അതിൽ
അതുപോലത്തെ 4ാമത്തെ ഐലൻഡാണ് ലാൻഡ് ഓഫ് ദ ഹൈനംസ്. ഈ ലാൻഡ് ഓഫ് ദ ഹൈനംസ് എന്ന് പറയുന്നത് ബുദ്ധിമാനായിട്ടുള്ള കുതിരകളുള്ള ഒരു ഐലൻഡാണ് ഹൈനംസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുതിരകളെ പറയുന്ന പേരാണ് ഇത് ഹൈനംസ് എന്ന് പറയുന്നത്. അവിടെ വേറൊരു ടൈപ്പ് ജീവിയുമുണ്ട്, അതിൻ്റെ പേരാണിത് യാഹൂസ് എന്ന്. അപ്പോൾ യാഹൂസിനെ നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് തോന്നുകയാണ് ഇതിനെ കാണുമ്പോൾ മനുഷ്യൻ്റെ അതേപോലെ ഉണ്ടല്ലോ. അപ്പോൾ യാഹൂസ് എങ്ങനെയുള്ളതായിരുന്നു? ഭയങ്കര ക്രൂരവും അതുപോലെ തന്നെ അനാചാരികളുമായിരുന്നു യാഹൂസ് എന്ന് പറയുന്നത്. മറിച്ച് കുതിരകൾ എങ്ങനെയുള്ളതായിരുന്നു? നല്ല ബുദ്ധിശാലികളും അതുപോലെ തന്നെ ഒരു രാജ്യത്തെ വളരെ നല്ല രീതിയിൽ നയിക്കുന്നതുമായിട്ടുള്ള കുതിരകളായിരുന്നു ഹൈനംസ് എന്ന് പറയുന്നത്. യാഹൂസ് എന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണ്. മനുഷ്യരെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതായത് കുതിര റോള് ചെയ്യാണ്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? കുതിരകളെ ആരാണ് റോൾ ചെയ്യുന്നത്? മനുഷ്യനാണ് അവരെ കൺട്രോൾ ചെയ്യുന്നതും റോൾ ചെയ്യുന്നതും. പക്ഷേ ഈ ഒരു ഐലൻഡിൽ, ഹൈനംസ് എന്ന് പറഞ്ഞ ഈ ഒരു ഐലൻഡിൽ എങ്ങനെയാണ്? കുതിരകളാണ് മനുഷ്യനെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ് അവരുടെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ആ രാജ്യത്തിൻ്റെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കുതിരകളാണ്. അപ്പോൾ ഈ ഒരു 4 ഐലൻഡിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു നോവലിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇതിൽ വരുന്ന മെയിൻ തീംസ് ഏതൊക്കെയാണെന്നാണ്. ഇതിൽ വരുന്ന മെയിൻ തീംസ് എന്ന് പറയുന്നത്, ഇനി ഈ നോവലിൽ വരുന്ന പ്രധാന തീംസ് എന്ന് പറയുന്നത് ഹ്യൂമൻ നേച്ചർ ആൻഡ് സൊസൈറ്റി, പൊളിറ്റിക്സ് ആൻഡ് പവർ, സറ്റയർ ഓൺ സയൻസ് ആൻഡ് ഇൻ്റലക്ച്വലിസം, പെർസ്പെക്റ്റീവ് ആൻഡ് റിലേറ്റിവിറ്റി, കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം, ദ ഫ്ലോസ് ഓഫ് ഹ്യൂമൻ അംബിഷൻ, റീസൺ വേഴ്സസ് ഇമോഷൻ. ഇത്രയൊക്കെ തീംസാണ് ഈ ഒരു നോവലിൽ വരുന്നത്. അതായത് ഗളിവർ ആദ്യം ഐലൻഡ് പോകുന്ന സമയത്ത്, ലില്ലിപുട്ടിൽ പോകുന്ന സമയത്ത് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ആൾ എന്നുള്ളൊരു ചിന്ത ഗളിവറിൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കാരണം ഒപ്പമുള്ള മനുഷ്യന്മാരൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? തീരെ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത മനുഷ്യന്മാരായിരുന്നു. പിന്നെ 2ാമത്തെ ഐലൻഡിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഹങ്കാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത മാറിക്കിട്ടി എന്ന് വേണം പറയാൻ. കാരണം ബ്രോബ്ഡിനാങ്കിൽ അദ്ദേഹത്തിനെക്കാട്ടിലും ഹൈറ്റുള്ള മനുഷ്യന്മാരെയായിരുന്നു അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ്റെ ഒരു നാച്ചറാണ്, നമ്മുടെ ഒരു നാച്ചറാണ് എന്ത്, നമ്മളെക്കാട്ടിലും ചെറിയ ആളുകളെ കാണുമ്പോൾ നമ്മൾ തന്നെയാണ് വലുത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. പിന്നെന്താണ്, ഈ ഒരു 2ാമത്തെ ഐലൻഡിൽ എത്തിയ സമയത്ത് നമ്മുടെ ഗളിവറിന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ഇൻഫീരിയറിറ്റി. അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവരുടെ ഇടയിൽ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല എന്താണ്, പൊളിറ്റിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കാര്യത്തിന് പോകും. 2 രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും 2 പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിലാണെങ്കിലും എന്താണ്, ചെറിയ കാര്യത്തിനായിട്ട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ കുറിച്ച് അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ഈ നോവലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ നോവലിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.